എന്തുകൊണ്ട് 2024 ഒരു ബാങ്ക് ജോലി നേടിയെടുക്കണം? അല്ലെങ്കിൽ ഞാൻ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് 3 ഉത്തരങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം സാലറിയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു ഘടകം. 17% സാലറി ഹൈക്കാണ് ബാങ്ക് എംപ്ലോയീസിന് അനുവദിച്ചിട്ടുള്ളത്. നോർമൽ സാലറിയിൽ നിന്നും 17% ഹൈക്ക്. രണ്ടാമത്തെ സൊല്യൂഷൻ, നമുക്കറിയാം സാധാരണഗതികളിൽ നമുക്ക് ബാങ്ക് ഹോളിഡേയ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ, അതേപോലെ തന്നെ സൺഡേയ്സ്, ഇതായിരുന്നു വീക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ ശനിയാഴ്ചകളെല്ലാം തന്നെ ഓഫിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതായത് ഇനി ഒരു ശനി ഞായറും ബാങ്ക് എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടി വരില്ല. മൂന്നാമത്തെ ഘടകം, ബാങ്കിൽ എംപ്ലോയിൻ്റെ നീഡ് കൂടി വരുന്നു. കാരണം IBPS 5000 വേക്കൻസി പുറത്തുവിട്ടിട്ട് 8500 പേരെയാണ് റിക്രൂട്ട് ചെയ്തത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ 2024 ഞാൻ ബാങ്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ഇനി നമുക്ക് 2024 വരാനിരിക്കുന്ന പരീക്ഷകളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. 2024 നമുക്കറിയാം ഇപ്പോൾ ഏപ്രിൽ തുടങ്ങിക്കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ RBI ഗ്രേഡ് B ഓഫീസർ സ്കെയിലിൻ്റെ പരീക്ഷയാണ്. അത് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ പ്രിലിംസും മെയിൻസും കാര്യങ്ങളും എല്ലാം നടന്നിട്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റിങ്ങിലേക്ക് എത്തുന്ന ഒരു പരീക്ഷയാണ്. നമുക്കറിയാം 1,80,000 സാലറി ഉള്ള ഒരു ബാങ്ക് ജോലിയാണ് RBI ഗ്രേഡ് B ഓഫീസറിൻ്റേത്. ഇനി ഇതിന് ശേഷം ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ SBIയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഈവൻ നമുക്കത് 100% ഉറപ്പിക്കാൻ പറ്റില്ല. ഈവൻ അത് ഫസ്റ്റ് ഹാഫിൽ വന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ ഉണ്ടാകുമെന്നുള്ളത് 101% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതിനുശേഷം വരുന്നത് IBPSൻ്റെ പരീക്ഷകളാണ്. നമുക്കറിയാം ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള IBPS RRB POയുടെയും ക്ലർക്കിൻ്റെയും റിക്രൂട്ട്മെൻറ്റ് ഓഗസ്റ്റ് 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് IBPSൻ്റെ ജാനുവരിയിൽ റിലീസ് ചെയ്ത കലണ്ടറിൽ കിടപ്പുണ്ട്. അതിനുശേഷം വരുന്ന IBPS POയുടെയും ക്ലർക്കിൻ്റെയും കൂടി പരീക്ഷയാകുമ്പോൾ 7 പരീക്ഷകൾ അപ്കമിങ് വരുന്നുണ്ട് എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു മേജറായിട്ടുള്ള ഇൻഷുറൻസുകളെല്ലാം തന്നെ ഈ വർഷം റിക്രൂട്ട്മെൻറ്റിലേക്ക് വരും എന്നുള്ളത്. അതിൻ്റെ റീസണായിട്ട് പറഞ്ഞിരുന്നത് ഈ വർഷം റിട്ടയർമെൻറ്റ് കൂടുതലായതുകൊണ്ട് കൂടുതൽ എംപ്ലോയീസിനെ ബാങ്കുകളിലേക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ബാങ്കിങ്, കോർപ്പറേറ്റ് ബാങ്കിങ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് അവിടെയും എംപ്ലോയീൻ്റെ നീഡ് കൂടി വരും എന്നുള്ളത്. 2024 നമുക്കൊരു ഗോൾഡൻ ഇയർ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. മേജറായിട്ടുള്ള എല്ലാ ബാങ്കുകളും റിക്രൂട്ട്മെൻറ്റിലേക്ക് വരും. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കർണാടക ബാങ്ക് തുടങ്ങി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഇതിന് പുറമേ വരുന്ന നാഷണലൈസ്ഡ് ഗവൺമെൻറ് ബാങ്കുകളും ഇനി അത് കൂടാതെ വരുന്ന ഇൻഷുറൻസുകളും കൂടി ചേരുമ്പോൾ ഏകദേശം 20-ലധികം പരീക്ഷകളാണ് നമ്മൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ. അതായത് 100% സിലബസ് കവറോട് കൂടിയിട്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ നമുക്കറിയാം മിനിസ്ട്രികളിലെ ജോലികളിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. റെയിൽവേയിലേക്ക് നോക്കുകയാണെങ്കിൽ RRB നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള ജോലികളിലേക്ക് നിങ്ങൾക്ക് കുറച്ചധികം ടോപ്പിക്കുകൾ എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക. 100% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഗവൺമെൻറ് എക്സാം അല്ലെങ്കിൽ ബാങ്ക് എക്സാം കോച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു കോച്ചിങ് കൃത്യമായാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് 2024 തന്നെ കയറി പറ്റാനുള്ള ഒരു ചാൻസാണ്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ മേജർ റിഫോംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇനിയും കുറേയധികം റിഫോംസ് വരുമെന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജോലി എന്നുള്ള ഘടകം നമ്മൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു കോച്ചിങ് ചെയ്താൽ നമുക്ക് ബാങ്ക് എക്സാം എഴുതാം, SSCയുടെ എക്സാം എഴുതാം, RRBയുടെ എക്സാം എഴുതാം. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് ബാങ്കിൻ്റെയും ബാങ്കുകളുടെയും ഏത് പരീക്ഷകളും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കോച്ചിങ് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈമാണ്. പ്രത്യേകിച്ച് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റ് എല്ലാ വർഷവും വിളിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. SSCയുടെ കലണ്ടർ ഓൾറെഡി വരുന്നുണ്ട്. ബാങ്കിൻ്റെ എല്ലാ പരീക്ഷകളും ഒരു കലണ്ടർ ബേസിസിൽ അല്ലെങ്കിൽ ഇയർലി എല്ലാ തവണയും വിളിക്കുന്ന ബാങ്കുകളുടെ എണ്ണം തന്നെ കൂടുതലായതുകൊണ്ട് അവസരങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും തന്നെ കുറയുന്നില്ല. സോ നിങ്ങളുടെ ഒരു തീരുമാനം, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും മൈൻഡ് സെറ്റാണ് വേണ്ടതുള്ളത്. മൈൻഡ് സെറ്റ് അല്ല, ഇവിടെ ഒരു ഡിസിഷനാണ് വേണ്ടത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിരവധി ഓഫറുകൾ നമുക്ക് എൻട്രിയിലെ കോഴ്സുകൾ ലഭ്യമാണ്. ഈ പറഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ബാച്ചാണെങ്കിലും ഇനി ഇത് ഓരോരോ പരീക്ഷകളുടെ ബാച്ചാണെങ്കിലും എൻട്രിയിൽ അവൈലബിൾ ആണ്. മെൻറ്റർഷിപ്പ് അടക്കമുള്ള എല്ലാ ഗോൾഡ് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാനും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു കൗൺസിലറുമായിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഫോം ലിങ്ക് കൊടുക്കുന്നുണ്ട്.
അതിലേത് സമയത്താണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് എന്നുള്ളത് വരെ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു കോൾ ബാക്ക് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കിട്ടും. അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും അതിനുശേഷം ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്താനും പറ്റും. സോ പ്രത്യേകിച്ച് ഡിഗ്രി ഫൈനൽ ഇയർ യൂസേഴ്സ് കൃത്യമായിട്ടും ഇത് ചെയ്യുക. കാരണം ഫ്രഷേഴ്സിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.